നമസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടിൽ. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ആ കവിത കഥാപ്രസംഗ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ടിൽ. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വേമ്പലനാട്, ഇന്നത്തെ കോട്ടയം. പണ്ട് കാലങ്ങളിൽ കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആലക്കൊമ്പാകണം മേലാപ്പിന്ന്, ആനമുഖം വേണം കാലുകളിൽ. ആലക്കൊമ്പാകണം മേലാപ്പിന്ന്, ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞ ഉടൻ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരവിടെ? മേനോക്കച്ചനോട് വരാൻ പറയൂ. മേനോക്കച്ചൻ എന്നാൽ കാര്യസ്ഥനാണേ. തമ്പുരാന്റെ കൽപ്പന കേട്ട ഉടൻ തന്നെ മേനോക്കച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ ഓച്ചാനിച്ച് തൊഴുതിറങ്ങി. ചന്ദനമരം തേടി അലയുന്ന അവരുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പൂ കൊണ്ടു കടഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി. തഴമ്പൂ കൊണ്ടു കടഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി. താഴകിലിന്റെ മണം പുരണ്ടും കണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാല ഉതിർത്തു നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി. വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും തെങ്ങുകളും വയലുകളും താണ്ടി അവർ ഒരരുവിയുടെ തീരത്തെത്തി. ചന്ദനമരം തേടിയലെന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാരും വരേണ്ട നാളെ. തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടു കൂടി വിടില്ലൊരാളെ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതായപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊതിച്ചോറുണ്ണുവാനായി ഒരു അരുവിയുടെ തീരത്തേക്ക് അവരിരുന്നു. ഭക്ഷണം കഴിക്കുന്നിടയിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ടേക്ക് നോക്കൂ, എന്താണത്? അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പല മരം കണ്ടു തഴക്കമാർന്ന തലവനശാലിതൻ ചെന്നു നേരെ. ഇടതു കൈ പത്തി വിലങ്ങനെ വെച്ച് ഇടതു പുരികം സ്ഫുരിച്ചു നോക്കി. ഇല ചന്ദനം തന്നെ. ഇത് കേട്ട പാതി അരുവിയിൽ കൈ കഴുകി എല്ലാവരും ആ ചന്ദനമരത്തിന് നേരെ കുതിച്ചു. ഒരാൾ ഒരു ചെറു ചില്ല കൊത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. അവർ തോർത്ത് തലയിൽ കെട്ടി വാക്കത്തെയും കോടാലിയും എടുത്ത് ആ ചന്ദന മരത്തിന് നേരെ ആഞ്ഞു വീശിയപ്പോൾ അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ നിന്നിടത്ത് നിന്ന് പരസ്പരം നോക്കി. ആരുടേതാണ് ഈ ശബ്ദം? എവിടുന്നാണ് ശബ്ദം? വനദേവതയാണോ? ഇനി വല്ല യക്ഷിയോ മറ്റോ ആണോ? നമുക്ക് തിരിച്ചു പോകാം.
ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്നു മിഴിച്ചു നോക്കി. തിരുവുള്ളു പോരാ ചടച്ചി പോരാ തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ടു ചെന്നു പോയാൽ തടിയും തലയും തിരിയുമല്ലോ. നന്ദി, നമസ്കാരം. സൂപ്പർ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു കഥാപ്രസംഗം എന്ന് പറയുന്നത് കണ്ടോണ്ടിരിക്കാനും കേട്ടോണ്ടിരിക്കാനും ഭയങ്കര രസമായിരുന്നു. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരുമുള്ള ആ ഒരു കോർഡിനേഷൻ, ഒരു ടൈമിങ്, നിങ്ങളുടെ സൗണ്ട്, എക്സ്പ്രഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ഈ അതായത് ഈ ചന്ദനക്കട്ടിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ 7ലും 8ലും ഒക്കെ സ്കൂളിലുണ്ട് അല്ലേ, അത് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവരിന്ന് കഥാപ്രസംഗ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഗുരുക്കന്മാർ അങ്ങനെ ആരെങ്കിലും? ഇത് എൻ്റെ അമ്മ എഴുതി എന്നെ പഠിപ്പിച്ച ഒരു കഥയാണ്. ഓ, അമ്മ എഴുതി പഠിപ്പിച്ചതാണ്. അടിപൊളി. അപ്പൊ ഈ പാട്ടിന്റെ ട്യൂണൊക്കെ അറിയാൻ ആഗ്രഹം വന്നു ശരിക്കും. എന്താണ് ഇതിന്റെ ബാക്കി അറിയാനേ ഒരാഗ്രഹം വന്നു. ഇത്ര ഉള്ളോ ശരിക്കും? അതോ ഇത് ബാക്കി കഥ കേട്ടിട്ടുണ്ട്. അതാണ് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടാവും. ഇതിന്റെ ക്ലൈമാക്സിൽ അപ്പൊ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇത് അതിന് ആ മരത്തിന് മുകളിൽ ഒരു കുഞ്ഞാണ്, കുഞ്ഞിനെ പെൺകുഞ്ഞിനെ. അപ്പം അവരത് എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകും. പക്ഷെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു പരുന്താണ്. അതാണ് ഇതിന്റെ ഒരു ആനറാഞ്ചി പക്ഷിയാണ് വളർത്തിക്കൊണ്ട് റാഞ്ചിക്കൊണ്ട് വന്നായിരുന്നു. റാഞ്ചിക്കൊണ്ട് വന്നാണ് കുഞ്ഞിനെ ഇതുവരെ ആക്കിയത്. അപ്പൊ കുഞ്ഞിനെ ഇവര് ബാക്കിയുള്ളൊരു കൊട്ടാരത്തിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് പക്ഷി പറന്ന് കൂട്ടിൽ വരുമ്പോൾ കുഞ്ഞിനെ കാണില്ല. അപ്പൊ അതിന്റെ ആ ഒരു വിഷമവും പിന്നെ ആ കൊട്ടാരത്തിൽ വരികയും കൊട്ടാരത്തിൽ വരുന്നത് ഈ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ആ ഒരു പട്ട് കട്ടിയാവുന്ന ഒരു പട്ട് കീറി പോണ വഴിനീളം ഇട്ട് കൊടുക്കും. അപ്പൊ അത് നോക്കി ആ ആനറാഞ്ചി പക്ഷി കൊട്ടാരത്തിൽ വരികയും അവിടെ വന്ന് മരിക്കുകയും. പക്ഷെ അസലായിരുന്നു. ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്കൊരു സമ്മാനം ഉണ്ട്. ഈ 2 മിടുക്കി കുട്ടികൾക്ക് ഒരു സമ്മാനം നമ്മുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക നൽകുകയാണ്.